എല്ലാവർക്കും നമസ്കാരം. ചാലക്കുടിയിൽ ഏറ്റവും ദുരന്തപൂർണ്ണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഓഫീസേഴ്സ് താമസിക്കുന്ന സ്ഥലം ഏതാണെന്നറിയോ? അത് വേറൊന്നുമല്ല. നമ്മുടെ സൗത്ത് ജംഗ്ഷനിൽ നമ്മുടെ ഈ ചാലക്കുടിയുടെ കാവൽക്കാർ ആയിട്ട് നിലകൊള്ളുന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് താമസിക്കുന്ന ഫയർഫോഴ്സിന്റെ ഓഫീസ്. നിങ്ങൾ ആരെങ്കിലും അവിടേക്ക് കടന്നു ചെന്നുണ്ടോ? നമുക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ തന്നെ പേടിയാവും. പിന്നെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ സ്ഥിതി എങ്ങനെയായിരിക്കും? ഒരു നല്ല ബാത്റൂമില്ല, വസ്ത്രം മാറാനായിട്ടുള്ള സ്ഥലമില്ല, വാഹനങ്ങൾ ഇടാനുള്ള ഇടമില്ല. ഇവർ കിടന്നുറങ്ങുന്ന സ്ഥലം കണ്ടിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ശോചനീയം. ഇങ്ങനെ ഒരു ഓഫീസ് കേരളത്തിൽ മറ്റൊരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് താമസിക്കുന്ന മറ്റൊരു ഓഫീസ് ഉണ്ടാവില്ല. അത്രയ്ക്ക് ശോചനീയമായിട്ടുള്ള സ്ഥലം. അഗ്നിശമന സേനാംഗങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം നമുക്കറിയാം. വേനൽക്കാലം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എവിടെയെങ്കിലും നിന്നിരിക്കാൻ പറ്റുമോ? തീപിടുത്തം അങ്ങനെ ഒരു വശത്ത്, ഇനി ഈ തടയണകളിൽ പോകുന്ന ആൾക്കാരെ രക്ഷിക്കാൻ മറുവശത്ത്. ഈ അടുത്ത സമയത്തൊക്കെ നമ്മുടെ അനിൽ സാറിനെ പോലുള്ള ആളുകൾ ജീവൻ രക്ഷിച്ച സംഗതികളൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു. എത്ര എഫിഷ്യൻസിയോടുകൂടി പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സാണ് ഈ ഫയർ സ്റ്റേഷനിലുള്ളത്. പക്ഷേ അവരുടെ ജീവിതം, ദുരന്തപൂർണ്ണമായ ജീവിതം, നാണക്കേടാണ്. ചാലക്കുടിക്കാർക്ക് ഏറ്റവും വലിയ നാണക്കേടാണ്. എം.എൽ.എ. സനീഷ് കുമാർ ജോസഫ് ഇതിന് ഫണ്ട് കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ഓട്ടത്തിലാണ് അതുമായി ബന്ധപ്പെട്ട്. പക്ഷേ ഇതിന് സ്ഥലം കണ്ടെത്തി കൊടുക്കേണ്ട ചുമതല ഈ ചാലക്കുടി നഗരസഭയ്ക്കില്ലേ? ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച ചാലക്കുടി നഗരസഭയിൽ വന്നു. എത്ര ലജ്ജാകരമാണ്! ഏറ്റവും പ്രധാനപ്പെട്ട ജീവന് കൂട്ടിരിക്കുന്ന കാവൽക്കാരെ പോലെ ഏത് ദുരന്തമുഖങ്ങളിലും പറന്നെത്തുന്ന ചാലക്കുടിയിലെ പ്രിയപ്പെട്ട ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസേഴ്സ് താമസിക്കുന്ന, അല്ലെങ്കിൽ അവിടുത്തെ ജീവനക്കാർ താമസിക്കുന്ന ഒരു ഇടം, അതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ പ്രാദേശികമായിട്ട് ചേരി തിരിഞ്ഞു നിന്ന് വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഒരുക്കുന്നു. നാണക്കേടല്ലത്. ഈ വിഷയം ഉന്നയിച്ച ഉടനെ തന്നെ, കാരണം ചാലക്കുടിയിലെ ഫയർ സ്റ്റേഷൻ ഓഫീസിൽ നിന്നും അവരുടെ ഓഫീസേഴ്സ് ഒരു അഭ്യർത്ഥന നഗരസഭയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ ഓഫീസ് പുതിയതായിട്ട് പണിയുന്നതിന് വേണ്ടിയുള്ള സ്ഥലം കണ്ടെത്തണം. അതിന് ചാലക്കുടിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ പിറകുവശത്തോ അല്ലെങ്കിൽ പോട്ടയിലെ മിനി മാർക്കറ്റിന് സമീപമുള്ള സ്ഥലമോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി വിട്ടുതരണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ആരോഗ്യകരമായ ചർച്ചയാവാം, പക്ഷേ പോട്ട എന്ന് പറഞ്ഞ തരത്തേക്ക് അത് കൊണ്ടുവരണ്ട. അതേതാണ്ട് കുഷ്ഠരോഗ ആശുപത്രി പറഞ്ഞ പോലെയാണ് കൗൺസിലർമാരുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ മിനി മാർക്കറ്റ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹാൾ ഉൾപ്പെടെയുള്ള, റവന്യൂ ടവർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി വെച്ചിരിക്കുന്നതാണ്. ഇവിടേക്ക് ഇത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് LDF UDF വ്യത്യാസമില്ലാത്ത കൗൺസിലർമാർ ഒരു വശത്ത് ഒറ്റക്കെട്ട്, പോട്ടയിലെ കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് ആ വിഷയത്തിൽ പോട്ടയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് 1-ാം വാർഡിലെ കൗൺസിലർ VJ ജോർജ് വളരെ വൈകാരികമായിട്ടുള്ള ഇടപെടൽ നടത്തിയത്. അദ്ദേഹം സംസാരിക്കുക, ഒരു കാരണവശാലും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണായ സ്ഥലമാണ് സൗത്തിലെ സ്ഥലം. ആ സൗത്തിൽ നിന്നും ഇത് പോട്ടയിലേക്ക് മാറ്റേണ്ട ആവശ്യമുണ്ട്. അതിന്റെ ഇടയിൽ സംസാരിക്കുന്ന ഇടയിൽ അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വേസ്റ്റ് എന്ന് പറയുന്ന ഒരു വാക്ക് ഈ ഫയർ സ്റ്റേഷന് എതിരായിട്ട് വന്നു. അത് കൃത്യമായിട്ട് തന്നെ നഖശിതാന്തം UDFന്റെ പാർലമെന്ററി പാർട്ടിയുടെ ഷിബു വലപ്പൻ അതിനെ എതിർത്തു. നഗരസഭ പ്രക്ഷുബ്ധം, വലിയ വൈകാരികമായിട്ടുള്ള സംഗതികളുണ്ടായി. സത്യത്തിൽ ഇത്തരത്തിലുള്ള രംഗങ്ങൾ അവിടെ ഉണ്ടാകേണ്ട ആവശ്യമെന്താണ്? ഇതിനുശേഷം സർക്കാർ ഭൂമി, റവന്യൂ ഭൂമി കണ്ടെത്തി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ താലൂക്ക് തഹസിൽദാറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ആദരണീയനായിട്ടുള്ള ചെയർപേഴ്സൺ സംസാരിച്ചു. വൈസ് ചെയർമാൻ കെ പോൾ ആകട്ടെ, അദ്ദേഹം പറഞ്ഞു, നമ്മൾ മസിൽ കാണിച്ച് പേടിപ്പിക്കാനോ അതല്ലെങ്കിൽ ഇതുപോലെ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടെങ്കിൽ വേണ്ട, സർക്കാർ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കണ്ടെത്തട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം പറയാം, ഇതുപോലെയുള്ള ജീവന് കാവൽക്കാരായിട്ട് ഓടി വരുന്ന ഈ ഫയർ സ്റ്റേഷൻ ഓഫീസേഴ്സിന് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഓഫീസ് നിർമ്മിക്കുന്നതിന് സ്ഥലം കണ്ടെത്താനായിട്ട് നഗരസഭയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടെത്തി ഈ പട്ടണത്തിന്റെ പുറത്തേക്ക് ചിലപ്പോൾ പോകും. അങ്ങനെയാണല്ലോ ചാലക്കുടിയുടെ ചരിത്രം. ഇവിടുത്തെ ഭരണാധികാരികൾക്ക് കഴിവില്ലാണ്ട് പല സംഗതികളും ഇരിഞ്ഞാലക്കുടിക്ക് അവിടേക്കൊക്കെ പണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് അങ്ങനെ ആവർത്തിക്കാനായിട്ട് സാധിക്കില്ല. ഈ വിഷയത്തിൽ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം. ഒരു വശത്തെ MLA അവിടെ കൃത്യനിർവഹണത്തോടു കൂടി ഈ ഫയർ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഓടുമ്പോൾ ചാലക്കുടി നഗരസഭയുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾക്ക് ഇതുപോലെ പ്രക്ഷുബ്ധമായ ലജ്ജാകരമായ രീതിയിലുള്ള ഒരു ചർച്ചയല്ല ഇവിടെ ആവശ്യം. പോട്ടയിൽ വേണ്ടെങ്കിൽ പോട്ടെ, പക്ഷെ മറ്റെവിടെയെങ്കിലും സ്ഥലം കണ്ടെത്താനായിട്ടുള്ള ഇടപെടലിലേക്ക് നീങ്ങേണ്ടതുണ്ട്. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു ഇതുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയോടും മറ്റു ആളുകളോടും തഹസിൽദാറുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ സംസാരിക്കാനും ഉടനെ തന്നെ സ്ഥലം കണ്ടെത്താനുമായിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. കൗൺസിൽ ഹാളിൽ നടന്നത് വളരെ പ്രക്ഷുബ്ധമായ രംഗങ്ങളായിരുന്നു. പോട്ടയിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല എന്നാണ് പോട്ടയിലെ LDF UDF വ്യത്യാസമില്ലാത്ത കൗൺസിലർമാർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞത്. ഈ അജണ്ട പറഞ്ഞത് ഫയർഫോഴ്സ് ഓഫീസ് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് പരിഹരിക്കണം. ഫയർഫോഴ്സിന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ഭൂമി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കോട്ട മിനി മാർക്കറ്റിനോട് ചേർന്ന സ്ഥലം, ഇൻഡോർ സ്റ്റേഡിയത്തിന് പുറകുവശത്തുള്ള സ്ഥലം എന്നിവയിൽ ഏതെങ്കിലും അനുവദിക്കുന്ന വിഷയം കൗൺസിലിലേക്ക് ശുപാർശ ചെയ്യുക. വലിയ വലിയ വണ്ടികളും അതുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികളും ഈ ഫയർഫോഴ്സിന്റെ സാമഗ്രികളും ഒന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. കാരണം ഇവിടെ ഇടാൻ സ്ഥലമില്ല. ഇവിടെ തന്നെ 3 നിലയിൽ കെട്ടിടം പണിത് ഇവര് പാർത്താലും 40 ജീവനക്കാരുണ്ട്. ഇവര് പാർത്താലും ഈ വരുന്ന വലിയ വലിയ വണ്ടികള് ഇടാനുള്ള സ്ഥലം അവർക്ക് അവിടെ ഇല്ല. 35 സെന്റിൽ കുറയാത്ത ഒരു സ്ഥലം വേണമെന്നാണ് ഇവിടുത്തെ
ഫയർഫോഴ്സ് ഓഫീസർ നമ്മളെ വന്നപ്പോ പറഞ്ഞത് ആ 30 ഇവിടെ 17 സെന്റ് സ്ഥലം മാത്രമാണ് ഉള്ളത്. അപ്പോ ഇവർക്ക് ഏകദേശം നമുക്ക് ഈ പട്ടണത്തോടും ഈ ഒരു ഭാഗത്തോടും ചേർന്ന് കിട്ടാണെങ്കിൽ എല്ലാ സ്ഥലത്തേക്കും പോകാനായിട്ട് സൗകര്യപ്രദമാണ്. ഇവിടെ കിട്ടിയാലും അവിടുന്ന് 3 വഴി ഉണ്ട്. കലാഭവൻ പാർക്കിന്റെ ഇപ്പുറത്തെ സൈഡിൽ കിട്ടിയാലും കുഴപ്പമില്ല. അപ്പൊ 35 സെന്റ് സ്ഥലം കിട്ടുമ്പോൾ അവർക്ക് പാർക്കാനുള്ള 40 ആൾക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഒപ്പം ഈ വരുന്ന പല ആധുനിക വണ്ടികൾ ഇപ്പൊ ഇവിടേക്ക് വരാൻ സാധ്യത പുറത്താണ് ഇട്ടിരിക്കുന്നത്. വേറെ പല സ്റ്റേഷനുകളിലാണ് പിന്നെ മിനിസ്റ്ററിൽ ധാരാളം ഉണ്ട്. അപ്പൊ അത് കിട്ടിയ നല്ലൊരു സ്റ്റേഷനായിട്ട് ഇവിടെ പ്രവർത്തിക്കാൻ സാധ്യമാവുള്ളൂ. അപ്പൊ ഞങ്ങളെ സഹായിക്കണമെങ്കിൽ 35 സെന്റ് സ്ഥലം തരണം എന്ന് കൂടെ പറഞ്ഞു. അപ്പൊ ഇക്കാര്യത്തിൽ സെക്രട്ടറി താലൂക്കിലേക്ക് വിളിക്കുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സ്ഥലം കൊടുത്താലാണ് ശരിയാവുക. ഫയർഫോഴ്സിന്റെ വരത് എന്നുള്ളതാണ് അതിന്റെ ഒരു ആവശ്യം. അത് വികസനമായിരിക്കും അതിന്റെ ഉദ്ദേശം. അവിടെ ഹെൽത്ത് സെന്റർ വരാനുള്ളതാണ്, കോട്ട മീൻ മാർക്കറ്റ് ഉള്ളതാണ്, കമ്മ്യൂണിറ്റി ഹാൾ പണിയാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഫയർഫോഴ്സിന്റെ വരത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഈ സ്ഥലം നമ്മള് ഇവിടെ കൊടുക്കാന്ന് ആദ്യം പറഞ്ഞു. ഈ ഫയർഫോഴ്സിന് കൊടുക്കാൻ പറഞ്ഞാൽ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഹോട്ടല് 25 സെന്റ് സ്ഥലം എത്തിച്ചേണ്ടുള്ള സമയത്ത് ഈ പറയുന്ന ഇതിന് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവര് വേണ്ടാന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്. അവർക്ക് അവിടെ പറ്റിയാന്ന് പറഞ്ഞ് പിന്നെ അവിടെ ഇപ്പൊ സെന്റ് പണിയാൻ 10 സെന്റ് കൊടുക്കാൻ പോണു. നമുക്ക് അവിടെ പണിയുന്നു എല്ലാവരും അഭിപ്രായ പ്രതിപക്ഷം അടക്കം ആവശ്യപ്പെടുകയുണ്ടായി. ആ മാർക്കറ്റ് വിപുലീകരിക്കണം. റവന്യൂ ടവറിന്റെ കാര്യത്തിൽ തീരുമാനം മുഴുവനായിട്ട് 1 ഏക്കർ കൊടുക്കാതെ നമ്മൾ കൗൺസിൽ പാസ്സായിരിക്കുന്നു. അവിടെ ഒരു നഗരത്തിന് വേണ്ട അല്ലെങ്കിൽ ഒരു പട്ടണം വികസിക്കുന്നതിന് വേണ്ട ജനങ്ങൾ വന്നു പോകുന്ന ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ സ്ഥാപിക്കുക. അല്ലാതെ ഫയർഫോഴ്സ് സ്ഥാപിക്കുന്ന നമുക്ക് ആവശ്യമുള്ളതാണ്, അത്യാവശ്യം സ്ഥലമാണ്. പക്ഷെ ആ ഫയർഫോഴ്സിൽ കോട്ടയിൽ തന്നെ ഈ സ്ഥലത്ത് തന്നെ വേണമെന്ന് പറയുന്നത് നിർബന്ധം പിടിക്കണേ. അവിടെ മറ്റു പല വികസന പ്രവർത്തനം ഞങ്ങളുടെ സ്വപ്ന ഈ കോട്ടക്കാരായ ഞങ്ങളെ അവിടെ കൊണ്ടുവരാൻ പറ്റില്ല. പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്. 2 ദിവസം വരെ അവിടുത്തെ ഓഫീസർമാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് ആ സ്ഥലം തന്നെ കിട്ടിയാലും മതിയെന്നാണ് അവര് പറഞ്ഞത്. അപ്പൊ അതിന് അവിടെ തന്നെ കിട്ടിയ ഹൃദയ മധ്യത്തിലാണ് ഏറ്റവും നല്ലതായിരിക്കും. റവന്യൂ ടവർ എന്നൊരു സംഭവം വന്നപ്പോ കോട്ടയ്ക്കല്ല ചാലക്കുടിക്ക് വേണം. ഫയർഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ചാലക്കുടിയിലാണ് സ്ഥിതി ചെയ്യണേ, ചാലക്കുടിയിലെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യണേ. ആ ഫയർഫോഴ്സ് എന്നൊരു സംവിധാനത്തെ എടുത്ത് കോട്ടയിലേക്ക് കൊണ്ടിടണം. എന്താണ് സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ മനോഭാവം? കോട്ട എന്തൊക്കെ അല്ല വേസ്റ്റ് കൊണ്ട് തറണ സ്ഥലമാണോ? ആരോടെ സ്റ്റിയറിംഗ് കമ്മിറ്റി? ഞങ്ങളെ സംബന്ധിച്ച് വേസ്റ്റ് തന്നെയാ. റവന്യൂ ടവറിനെ മാറ്റിയിട്ട് അവിടെ ഫയർഫോഴ്സ് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് വേസ്റ്റ് തന്നെയാണ്. കോട്ടയത്തെ സംബന്ധിച്ച് ആരോടെ സ്റ്റിയറിംഗ് കമ്മിറ്റി ഒന്ന് കൈവന്നിച്ചേ നോക്കട്ടെ. സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയുന്നത് എന്ത് പണി കാണിക്കണേ? ഫയർഫോഴ്സ് പോലെയുള്ള ഇത്രയും സേവനം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് വേസ്റ്റ് എന്ന് പറയുന്നത് ജോജു ഒരിക്കലും ശരിയായില്ല. റവന്യൂ ടവറിന് നോക്കട്ടെ, ഇതൊരു വേസ്റ്റ് എന്ന് പറഞ്ഞത് ഫയർഫോഴ്സ് പോലെയുള്ള ഇത്രയും അടിയന്തര ഘട്ടത്തിൽ സേവനം ചെയ്യുന്ന ഒരു വകുപ്പിനെ വേസ്റ്റ് എന്ന് പറഞ്ഞത് ജോജു പറഞ്ഞിട്ട് വിശ്വസിക്കണം. റവന്യൂ ടവറിന് പറഞ്ഞോ, റവന്യൂ ടവറിന് പറഞ്ഞോ, ഫയർഫോഴ്സ് വേണ്ടെന്ന് പറഞ്ഞോ. ആ വകുപ്പ് ഒരു വേസ്റ്റ് ആണ്. ഒരു ജനപ്രതിനിധിയെ ഒരിക്കലും പറയാൻ പാടില്ല ഫയർഫോഴ്സ് പോലെയുള്ള ഒരു അടിയന്തര സംവിധാനം വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞത്. ജോജുവിനെ പോലെ ഒരു ജനപ്രതി പറഞ്ഞത് ഫയർഫോഴ്സ് പോലെ ഒരു വകുപ്പ് അവരുടെ സേവനം അത് വേസ്റ്റ് ആണ് എന്ന് പറഞ്ഞത് ഒരു രീതിയിലും മര്യാദയില്ല. കൗൺസിൽ മിനിറ്റ്സ് എടുത്ത് പരിശോധിച്ചോ. LDF UDF ഐക്യകണ്ഠേന ബഹുമാനപ്പെട്ട ബിന്ദുവിനൊക്കെ നല്ല ഓർമ്മയുണ്ടാവും. ഐക്യകണ്ഠേന കോട്ടയിൽ ഇതേ സ്ഥലത്ത് ഇത് നടത്താനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അന്ന് ആരും വേസ്റ്റ് എന്ന് പറഞ്ഞില്ല. ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ സംവിധാനം ചാലക്കുടിയുടെ ഹൃദയഭാഗത്ത് നിങ്ങൾ ഞാൻ പറയുന്നത് ഇവരങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ ഹൃദയഭാഗത്ത് മാറ്റണ ചേട്ടൻ പറഞ്ഞ ചാലക്കുടിക്ക് വലിയ അടിയന്തര സാഹചര്യം ഉള്ള ഭൂമി ഉപയോഗിക്കാനുള്ളത്. അങ്ങനെ ഹൈവേക്ക് കിടക്കാൻ ഏറ്റവും കാതര ഭൂമി എന്ന് പറഞ്ഞ ഭൂമിയല്ലേ അത് നിങ്ങൾ മാറ്റണേ. ഇത്രയ്ക്ക് അടിയന്തര സ്വഭാവമുള്ള ഫയർ സ്റ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഇവിടുന്ന് മാറ്റണേ? ഇത്രയ്ക്ക് അല്ല ഈ മാലിന്യ പ്ലാന്റ് അവിടെ കോട്ടയിൽ ആ സ്ഥലം 2 ഏക്കർ അക്വയർ ചെയ്യുമ്പോൾ അവിടെ റവന്യൂ ടവർ സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം ഇതേ കൗൺസിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോ ഷിബു പറഞ്ഞല്ലോ
സംയുക്തമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. മറിച്ചൊരു തീരുമാനം ഭൂമി എക്സ്പ്ലോർ അല്ല, ഈ കൗൺസില് റവന്യൂ ടവർ പോർട്ടയിൽ സ്ഥാപിക്കാൻ നമ്മുടെ ചാലക്കുടി മുനിസിപ്പാലിറ്റി മുൻ കൗൺസിൽ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. അല്ല, ഒരു മിനിറ്റ്. ഡിവിഷൻ ഓഫീസ് ചെയ്യാനായിട്ട് 10 സെന്റ് സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു. ഈ സ്ഥലം തന്നെ ഈ കൗൺസില് അതിന്റെ അടുത്ത് തന്നെ അതിന്റെ അടുത്ത് തന്നെ ഇല്ലേ ബിന്ദു ഇല്ലേ അതെ ഏത് ഈ പറഞ്ഞ സ്ഥലം ചാലക്കുടിയിലെ പ്രൈമറി ഏരിയയാണ്. ഇപ്പൊ പ്രൈമറി ഏരിയ അവിടെ എന്ത് മാറ്റണം? എന്റെ അഭിപ്രായം സർക്കാരിന്റെ ഒരു സ്ഥലം കൊടുക്കണം. ഈ നഗരസഭയുടെ ഭൂമി ഇങ്ങനെ ഓരോന്നിനും വിട്ടുകൊടുത്ത് നമ്മുടെ ജോജു ബഹുമാനപ്പെട്ട ജോജു ഈയിടെയായിട്ട് ഭയങ്കരമായിട്ട് പ്രഷർ കൊണ്ട് ചോദിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം കൗൺസിലർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു എന്തോ ഇത്രയും കൂടി ഇരുത്താൻ വന്ന കൗൺസിലർ സീനിയർ കൗൺസിലറാണ് കൂടി പക്കത്ത് പറ്റേ. അപ്പൊ അങ്ങനെ വേസ്റ്റ് എന്ന് പറഞ്ഞത് പിൻവലിക്കുക. ഞാൻ വേറെ മറ്റൊരു ഞാൻ പെട്ടെന്ന് പറഞ്ഞപ്പോ ഫയർഫോഴ്സ് എന്ന സംവിധാനം എന്താണെന്നും അതിന്റെ ഒരു ആവശ്യകത എന്താണെന്നൊക്കെ അറിയേണ്ടതാണ് പറഞ്ഞത്. എന്റെ ഭാഗത്ത് പെട്ടെന്ന് പറഞ്ഞൊരു തെറ്റാണ്. എന്നെ സമ്മതിക്കണ്, നിങ്ങളെല്ലാവരും പറയണം, എനിക്കത് മനസ്സിലായി, അതെന്റെ ഭാഗത്ത് തെറ്റാണ്. പക്ഷെ ആ തെറ്റെന്ന് പറഞ്ഞത് റവന്യൂ ടവറിനെ വെട്ടിട്ട് ഞങ്ങൾക്ക് ഫയർഫോഴ്സിനെ വെട്ടി ഞങ്ങൾക്ക് വലിയ റവന്യൂ ടവർ തന്നെയാണ്, അത് നല്ലോണം നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞത്. ഇതൊരു ശുപാർശ മാത്രമാണ്. ഇതില് ശുപാർശ ചെയ്യുന്നല്ലേ, തീരുമാനമില്ലല്ലോ. തീരുമാനമില്ലല്ലോ. എന്നിവയിൽ ഏതെങ്കിലും അനുവദിക്കുന്ന വിഷയം കൗൺസിലേക്ക് ശുപാർശ ചെയ്തു. അപ്പൊ കൗൺസിൽ ശുപാർശ ചെയ്യണ്ടേ? 37 പേര് കൗൺസിലർമാരാ. ആ ഒരു മാന്യത നിങ്ങൾ ഓരോരുത്തരും പാലിക്കും. ഒരു കൗൺസിലിന്റെ അജണ്ട തുടങ്ങിയാൽ മാന്യമായ രീതിയിൽ വിഷയവുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്കും സംസാരിക്കാം, അതിന് തെറ്റില്ല. കാട് കയറി എന്തെങ്കിലും ആവശ്യമില്ലാത്തത് പറഞ്ഞ് മസിൽ ബലം കാണിക്കലൊന്നല്ല കൗൺസില്. ഒരു സാമാന്യ രീതിയും സാമാന്യ മര്യാദയിൽ കാണിക്കണം. മനസ്സിലായില്ലേ? ഇതില് ഒരു ശുപാർശയാ. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ വന്നപ്പോ മറ്റേ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പറഞ്ഞത് നിർദ്ദേശം അവിടെ വന്നു. ഇവിടെ ടൗൺ മറ്റേ ഫയർഫോഴ്സ് പണിയണമെങ്കിൽ സർക്കാരിന്റെ ഭൂമി കണ്ടെത്തി അവർ പണിയട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ നിരന്തരമായി നഗരസഭയ്ക്ക് ഇത്തരത്തിലുള്ള അപേക്ഷ വന്നപ്പോ നഗരസഭയുടെ മാന്യത കൗൺസിലിലേക്ക് വെച്ചു. സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ അത്രയേ ഉള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഇത് വേസ്റ്റ് ആണെന്നുള്ള ധാരണ, ഇത് നാട്ടിൽ ആവശ്യമില്ല എന്നുള്ള ധാരണയോ നഗരസഭയുടെ സ്ഥലം കൊടുക്കണ്ട എന്നുള്ള ധാരണയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യോജിച്ച തീരുമാനം എടുക്കാമല്ലോ. ഇവിടെ നിലനിൽക്കുന്ന സൗത്ത് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന നിലനിൽപ്പ് അൻപോസം പറഞ്ഞു, അവരാവശ്യപ്പെടുന്നുണ്ടാവും. അവര് പറയുന്നത് അവർക്ക് അവിടെ യാതൊരു സൗകര്യം ഇല്ല, അവർക്ക് പുതിയ സൗകര്യം വിപുലമായി ഉൾപ്പെടുത്തണം. അവിടെ 10-40 ജീവനക്കാരുണ്ട്, അവർക്കൊരു ബാത്റൂം സൗകര്യം പോലും ഇല്ല. വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇത് പരിഹരിക്കണം. ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കരുത്. നമുക്ക് വേറെ ഒന്നും ചെയ്യുന്നതാണ്. ഈ നിർദ്ദേശം നമുക്ക് അംഗീകരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അംഗീകരിക്കേണ്ട, ശുപാർശ തള്ളിക്കളയാ. സർക്കാർ കണ്ടെത്തില്ല സ്ഥലം.